ആദ്യം നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മോണിറ്റൈസേഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എല്ലാ കണ്ടീഷൻസുകളും ഫുൾഫിൽ ചെയ്തുകൊണ്ട് അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് 1, 2 കാണാം. അതിൽ നമ്മൾ സ്റ്റെപ്പ് 1ൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1ൻ്റെ റിവ്യൂവിൽ ഏറ്റവും ബോട്ടം ഏരിയയിൽ നമുക്ക് രണ്ട് ബോക്സുകൾ കാണാം. അതിലത്തെ ഫസ്റ്റ് ബോക്സിൽ നമുക്ക് ഐ അക്സെപ്റ്റ് എന്നുള്ള ബോക്സിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ അക്സെപ്റ്റ് ടേംസ് എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് എനേബിൾ ആയി വരും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഡൺ എന്നുള്ള ഓപ്ഷൻ വന്നു. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്കൊരു പുതിയ ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നോ ഐ ഡോണ്ട് ഹാവ് ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ മെയിൽ ഐ ഡി തന്നെ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളുടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു വെബ്സൈറ്റ് എനേബിൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ബോക്സിൽ കാണുന്ന എസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാം. നമ്മൾ ഇന്ത്യയാണ്, അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യാം. ഇവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് റീഡ് ചെയ്തതിന് ശേഷം ബോട്ടം ഏരിയയിൽ എസ് എന്നുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ എനേബിൾ ആവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ലോഡിങ് ഉണ്ടാവും. ഒരിക്കലും ഇവിടെ നമ്മൾ ബാക്ക് ബട്ടൺ യൂസ് ചെയ്യരുത്. ഇവിടെ നമ്മൾ യൂട്യൂബ് ഓണറിൻ്റെ എല്ലാ പേഴ്സണൽ ഇൻഫോർമേഷനുകളാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഓരോന്ന് കറക്റ്റ് വായിച്ചിട്ട് അതിൻ്റെ റൂളനുസരിച്ച് ടൈപ്പ് ചെയ്യാം. ഇവിടെ അക്കൗണ്ട് ടൈപ്പ് നമുക്ക് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യാം. പിന്നെ നെയിം കൊടുക്കാം. പിന്നെ ലൈന് 1ൽ അഡ്രസ്സ് കൊടുക്കാം. ലൈന് 2ൽ കോണ്ടാക്റ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ ഫോൺ നമ്പർ നമുക്ക് എൻ്റർ ചെയ്യാം. പിൻ കോഡ് കൊടുത്തതിന് ശേഷം ഫോൺ നമ്പർ ഒന്നും കൂടി നമുക്ക് എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് സബ്മിറ്റിനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഇതൊരു 5 അവർക്ക് കഴിഞ്ഞാൽ ഇത് ഡൺ ആയിട്ട് നമുക്ക് കാണാം. സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം തേർഡ് സ്റ്റെപ്പിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇൻ പ്രോഗ്രസ് ആയിരിക്കും. മാക്സിമം 1-2 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ആവും. അതിൻ്റെ സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ് മാറിയിട്ട് നമുക്ക് ഡൺ ആവും. യൂട്യൂബിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ വരും. ഇതോടൊപ്പം യൂട്യൂബ് സ്റ്റുഡിയോയിലും നമുക്ക് ഈ കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ടുള്ള മെസ്സേജ് നമുക്ക് വരും. മേലെ റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ കാണാം, മോണിറ്റൈസ് വീഡിയോ. അതിൽ ക്ലിക്ക് ചെയ്യാം. എല്ലാ ടൈപ്പിലുള്ള ആഡ്സുകളും നമ്മളുടെ വീഡിയോസിൽ വരാൻ വേണ്ടി പെർമിഷൻ കൊടുക്കുന്ന ഒരു സ്റ്റേജാണ്. ഇതിൽ സെക്കൻഡ് വൺ ആയിട്ടുള്ള മോണിറ്റൈസ് ഓൾ വീഡിയോസ് നൗ എന്ന ബോക്സിൽ നമ്മൾ മാർക്ക് ചെയ്യാം. ഇവിടെ ബോട്ടം ഏരിയയിൽ കാണുന്ന എല്ലാ ബോക്സിലും നമ്മൾ ടിക്ക് ചെയ്യാം. ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ള അപ്ലൈ പ്രിഫറൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം.
ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ വീഡിയോസുകളും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇവിടെ നമ്മളുടെ മോണിറ്റൈസേഷൻ എന്ന ഭാഗത്ത് എല്ലാം ഓഫിലാണ് കിടക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഇതൊക്കെ നമുക്ക് ഓൺ ആവും. ഇവിടെ ഇപ്പോൾ നമ്മളുടെ അപ്ഡേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എല്ലാം ഓൺ ആയിട്ടുണ്ട്. നൗ നമ്മളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി.